അന്ധത നമ്മെ പ്രപഞ്ചത്തിൽ നിന്നും അകറ്റുന്നു. ബധിരത നമ്മെ സമൂഹത്തിൽ നിന്നും അകറ്റുന്നു. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ കാഴ്ചകൾ കാണാനുള്ള പുറംകണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും തൻ്റെ ചുറ്റുമുള്ളവരുടെ സംസാരം ശ്രവിക്കാൻ കഴിയാതെ കേൾവി നഷ്ടപ്പെട്ടിട്ടും ഈ ലോകത്ത് ഏറ്റവും ഒരു നല്ല വിജയഗാഥ രചിച്ച ആളാണ് ഹെലൻ കെല്ലർ. 19 മാസം 2 വയസ്സ് പോലും തികയുന്നതിന് മുമ്പായിട്ടാണ് ഇത് രണ്ടും അവർക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ അവർ പിടിച്ചു നിന്നു. കാരണം അവർക്ക് വളർന്നു വരുന്തോറും ഒരു കാര്യം വ്യക്തമായി: ഈ ലോകത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒരിക്കൽ കണ്ടാൽ പിന്നെ കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ണുനീരിൻ്റെ ലെൻസ്, കണ്ണുനീരിലൂടെ കാണുന്നതാണ്. ത്രൂ ടിയേഴ്സ്. ഒരിക്കൽ പോലും ഈ ലോകത്തിലെ മനോഹര കാഴ്ചകൾ വീണ്ടും കാണാൻ സാധിക്കില്ല. പക്ഷെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ണുനീരിലൂടെ കാണുന്നതാണ്. തല ഉയർത്തി നിൽക്കണം, അതാണ് ഹെലൻ കെല്ലർ പറഞ്ഞത്. കാരണം നമ്മുടെ തല താന്നിരിക്കുമ്പോൾ നമ്മുടെ കുറവുകളിലേക്ക് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഉള്ളിലേക്ക് വലിയ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അധോമുഖ എന്ന് പറയുമ്പോഴോ ഒക്കെ പറയുന്നതിൻ്റെ അർത്ഥം, ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മുടെ കുറവുകളിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവനവൻ്റെ കുറവുകളിലേക്ക് നോക്കാതെ ആ കുറവുകൾക്കപ്പുറത്തുള്ള നിറവുകളുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ നിറവുകളെ കാണാൻ തക്കവണ്ണം തല ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹെലൻ കെല്ലറുടെ മറ്റൊരു മനോഹരമായ നിരീക്ഷണം: നമ്മൾ പേടിക്കുന്നത് നമ്മുടെ നിഴലിനെയാണ്. പക്ഷെ നിഴലിനെ ഒഴിവാക്കാൻ എപ്പോഴും പ്രകാശത്തിൻ്റെ നേരെ നിന്നാൽ മതി. നേരെ സൂര്യനെ നേരെ നോക്കുക. അപ്പോൾ നിങ്ങളുടെ നിഴലുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ നിഴലിനെയാണല്ലോ പേടിക്കുന്നത്. എന്തൊക്കെയോ നമ്മൾ പേടിക്കുകയാണ്. പേടിക്കുന്നത് പ്രകാശത്തെ നോക്കാത്തതുകൊണ്ടാണ്. പ്രകാശത്തിൻ്റെ നേരെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിഴലുണ്ടാവില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കുറവുകളിലേക്ക് നോക്കിയിരിക്കലാണ്. അതുപോലെ തന്നെ നമ്മുടെ നിഴലുകളെ പേടിക്കലാണ്. ഈ കുറവുകളിലേക്ക് നോക്കാതെ തല ഉയർത്തിയിട്ട് നമ്മുടെ സാധ്യതകളിലേക്ക് നോക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അത് നമ്മൾ അതിജീവനം എന്നോ മറികടക്കലെന്നോ എന്തു വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ, നമ്മുടെ നിശ്ചയദാർഢ്യം എന്ന് പറയും. ഇത് നമുക്ക് ഉണ്ടാവും. ഇത് നമുക്ക് ഉള്ളിലുണ്ടാവുന്നതാണ്. അതൊരിക്കലും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഹെലൻ കെല്ലർ എപ്പോഴും പറയും, ഈ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ആ ഒരു ദൃഢനിശ്ചയവും എനിക്ക് പിടിച്ചു നിൽക്കണമെന്നും പിടിച്ച് കയറണമെന്നും അതിജീവിക്കണമെന്നും ഉള്ള ആ ഒരു സ്വപ്നവും നിശ്ചയദാർഢ്യവും അതില്ല എന്നുണ്ടെങ്കിൽ ആർക്കും വിജയിക്കാൻ സാധിക്കില്ല. കാരണം ബാക്കിയുള്ളതെല്ലാം കടന്നു പോകും. എൻ്റെ സ്വപ്നം എൻ്റെ മുമ്പിലുള്ളിടത്തോളം കാലം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരാവശ്യമുണ്ടാവും. അപ്പം ഞാൻ തല ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ സാധ്യതകൾ കാണാൻ സാധിക്കും. വെളിച്ചത്തിന് നേരെ നിന്നാൽ നിഴലുകൾ മാറിപ്പോക്കോളും. ഇത് രണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നയിക്കട്ടെ. അവനവൻ്റെ കുറവുകളിലേക്ക് നോക്കിയിരിക്കാതെ നമുക്ക് ദൈവം തന്നിട്ടുള്ള നിറവുകളുടെ സാധ്യതകളിലേക്ക് തല ഉയർത്തി നോക്കാനും, നമ്മൾ നിഴലിനെ പേടിക്കാതെ എപ്പോഴും വെളിച്ചത്തിൻ്റെ നേരെ നോക്കിക്കൊണ്ട് തെളിച്ചത്തോടു കൂടി ജീവിക്കാനും നമുക്ക് കഴിയട്ടെ. അപ്പോൾ ജീവിതത്തിൻ്റെ വിജയം നമ്മുടേതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.